കണ്ണൂർ ചൊവ്വ സഹകരണ സ്പിന്നിംഗ് മിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് മെഷീൻ സംവിധാനത്തിൽ. ആധുനികവൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചൊവ്വ സ്പിന്നിംഗ് മില്ലിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള നൂൽ ആണ് എന്ന് ചെയർമാൻ എം പ്രകാശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആധുനികവൽക്കരണത്തിന്റെ ചിറകിൽ കുതിക്കുകയാണ് കണ്ണൂർ ചൊവ്വ സഹകരണ സ്പിന്നിംഗ് മിൽ. ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചതോടെ നൂലിന് ഡിമാൻഡും കൂടി. സ്പിന്നിംഗ് മില്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പിലാണ് സ്ഥാപനം. നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള യന്ത്രങ്ങളെല്ലാം മാറ്റി 2019 മുതൽ രണ്ടാം ഘട്ട മിൽ നവീകരണം നടക്കുന്നുണ്ട്. 20.68 കോടി രൂപ ചെലവിട്ട നവീകരണം ആഗസ്റ്റിൽ പൂർത്തിയായി. ജപ്പാൻ, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കാണ്. ദിവസം 3 ടൺ നൂൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് 4 ടൺ ഉൽപ്പാദനമുണ്ടാക്കാൻ കഴിയുന്ന സംവിധാനമാണ് സ്പിന്നിംഗ് മില്ലിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ചെയർമാൻ എം പ്രകാശൻ പറഞ്ഞു. പുതിയ നവീകരണ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനം. പഴയ മെഷീനുകളെല്ലാം മാറ്റി ഉൽപ്പാദനക്ഷമതയുള്ള വൈദ്യുതി ഉപയോഗം കുറക്കാൻ വേണ്ടി കഴിയുന്ന പുതിയ മെഷീനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി NCDCയുടെ അംഗീകാരത്തോടു കൂടിയാണ് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനം ഈ മില്ലിൽ ആരംഭിക്കുന്നത്. 2019 ഈ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചത്. ഈ നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നതോടെ നേരത്തെ 3 ടൺ ഉൽപ്പാദനം ഉണ്ടായിരുന്ന ഈ സ്ഥാപനം 4 ടണ്ണിന് മേലെ പ്രതിദിനം ഉൽപ്പാദനം കൈവരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നിലയിലേക്ക് മാറും. തൊഴിലവസരങ്ങൾ കുറെ കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. മില്ലിൻ്റെ പ്രവർത്തനവും കുറെ കൂടി ലാഭകരമായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് ഈ പൂർത്തീകരിക്കപ്പെട്ട രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനം. നിലവിൽ പ്രവർത്തന ലാഭത്തിലാണ് മിൽ ഉള്ളത്. മികച്ച ഗുണനിലവാരമുള്ള നൂൽ ആയതിനാൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയില്ല. സ്കൂൾ യൂണിഫോമിനുള്ള നൂലും പൂർണ്ണമായും ഇവിടെ നിന്നാണ് ഒരുക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കടക്കം കയറ്റുമതിയുണ്ട്. മുംബൈയാണ് മില്ലിന്റെ പ്രധാന വിപണിയെന്നും ചെയർമാൻ പറഞ്ഞു. നേരത്തെ വിദേശത്തേക്ക് ഉൾപ്പെടെ നൂല് കൊടുക്കാറുണ്ട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അവിടങ്ങളിലെല്ലാം ഉള്ള കമ്പനികൾക്ക് ഞങ്ങൾ നൂല് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ബോംബെ മാർക്കറ്റാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലക്ക് വിൽപ്പന നടക്കുന്നത് അവിടെയാണ്. അതിൽ ഏറ്റവും മികച്ച നിലക്കുള്ള നമ്മുടെ ഉൽപ്പന്നം ഒന്നാന്തര ക്വാളിറ്റിയാണ്. നമ്മുടെ മാർക്കറ്റ് കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നൂല്. പൊതുവിൽ അതിന് ആ നിലക്കുള്ള ഒരു അംഗീകാരമുണ്ട്. 100ഓളം സ്ത്രീകളടക്കം 225 സ്ഥിരം ജീവനക്കാരാണ് മില്ലിലുള്ളത്. ഉയർന്ന വൈദ്യുതി ബില്ലാണ് ഇപ്പോൾ മിൽ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. ഇത് മറികടക്കാൻ സോളാർ പദ്ധതി അടക്കമുള്ള വിശദമായ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും എം പ്രകാശൻ വ്യക്തമാക്കി. 1956 മദ്രാസ് സഹകരണ സൊസൈറ്റി നിയമപ്രകാരം സ്ഥാപിച്ച മിൽ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മില്ലുകളിൽ ഒന്നാണ്. 1964 മില്ലിന്റെ പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റിയാണെങ്കിലും നിലവിൽ 97% ഓഹരിയും സംസ്ഥാന സർക്കാരിൻ്റേതാണ്. രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകിട്ട് 3:30 മിൽ അങ്കണത്തിലാണ് പരിപാടി നടക്കുക. മുൻ ചെയർമാൻമാർ, MD എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മുൻ തൊഴിലാളികൾ അടക്കമുള്ളവരുടെ കുടുംബസംഗമവും ഒരുക്കും. MD CR രമേശ്, അസിസ്റ്റന്റ് HR മാനേജർ V സുരേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.